തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തനംതിട്ട ലാഹയിലെ ആദിവാസി വിഭാഗങ്ങൾക്ക് പറയാനുള്ളത് പതിവ് ദുരിതങ്ങൾ തന്നെ. പലരും വോട്ട് ചെയ്യാൻ പോലും പോകാറില്ല. സ്ഥാനാർത്ഥികളും ജനപ്രതിനിധികളും മാറി മാറി വന്നിട്ടും ദുരിതങ്ങൾക്ക് അറുതിയായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് പറയാനുള്ളത് കേട്ടുവരാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിരവധി ആളുകൾക്ക് പട്ടയം ലഭിച്ചു. ഇനിയും ഒരുപാട് പേർക്ക് പട്ടയം ലഭിക്കാനുമുണ്ട്. ഇവരുടെയെല്ലാം എല്ലാ കാലത്തെയും പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളാണ്. വൈദ്യുതി, അടച്ചുറപ്പില്ലാത്ത വീട്, വന്യമൃഗശല്യം, കുടിവെള്ളക്ഷാമം. അങ്ങനെ ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ ജീവിത സാഹചര്യങ്ങൾ മൂലം സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികൾ ഈ മേഖലകളിലെല്ലാം ഉണ്ട്. ലാഹയിലെ മഞ്ഞത്തോട് ആദിവാസി ഉന്നതിയിലെ ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രധാന പ്രശ്നം നേരിടുന്ന പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ കുടിവെള്ളം, പിന്നെ കെട്ടുറപ്പില്ലാത്ത വീട്, പിന്നെ ഒരു അംഗനവാടി, നമുക്കൊരു അംഗനവാടി അത്യാവശ്യമായിരുന്നു. പിന്നെ കൃഷി ചെയ്ത് ജീവിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ മരം കൊതാൻ പോലും, മരം കോതി തന്നെ വിടാൻ പോലും കുറച്ച് സമ്മതിക്കത്തില്ല. പിന്നെ സ്ഥലം തന്നൊരു പേപ്പർ സർക്കാർ തന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ കുടിവെള്ളം വേണം. പിന്നെ എല്ലാ വീട്ടുകളിലും കറണ്ടില്ലാത്ത വീടുകളുണ്ട്. പിന്നെ ആ കെട്ടുറപ്പുള്ള വീടെന്ന് പറഞ്ഞാൽ ആനകളും പന്നികളും ഭയങ്കര ശല്യമാണ്. പട്ടടി കിടക്കുന്നവരെല്ലാം കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി വന്ന് പന്നി എടുത്തുകൊണ്ട് പോകും. തലക്കിഴി വരിക്കുന്ന അരി പോലും പന്നി എടുത്തുകൊണ്ട് പോകും. മൊത്തം വീടെന്ന് പറഞ്ഞാൽ 47 കുടുംബങ്ങളുണ്ട്. സ്ത്രീകൾ 48, പുരുഷന്മാർ 44, കുഞ്ഞുങ്ങൾ 93, 150 അടുത്തുണ്ട്. കുട്ടികൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികൾ പോകുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ ഈ നല്ല മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആദിവാസികൾ എന്ന രീതിയിൽ അവർക്ക് ഈ മാതാപിതാക്കൾക്ക് പിന്നെ ഈ പഠിത്തം എന്തുവാണെന്നും ജീവിതം എന്തുവാണെന്നുള്ളതിലും നമ്മുടെ ആദിവാസികൾക്ക് മലബണ്ണാര കാലത്ത് പെട്ടതങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ. വോട്ട് 2 ഭാഗത്തുള്ള ആകെയും ചെയ്യും, പിന്നെ അട്ടംതോടും ചെയ്യും. എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ 17 കുടുംബത്തിന് വോട്ടില്ല, അല്ലെങ്കിൽ ആധാറില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. നാല് വയസ്സുള്ള ചെറിയ കുട്ടി ഉൾപ്പെടെ 3 പേരാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ടാർപോളിൻ ഷീറ്റിന് താഴെ ജീവിക്കുന്നത്. അവരടുപ്പ് പുകയ്ക്കുന്നതും ഇതിനകത്ത് തന്നെ, അവർ അന്തി ഉറങ്ങുന്നതും ഈ ടാർപോളിൻ ഷീറ്റുകൾക്കടിയിൽ തന്നെ. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷിതത്വം എന്ന് പറയാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ലാത്ത ഒരു കമ്പിനുള്ളിൽ, അല്ലെങ്കിൽ 4-5 കമ്പിനുള്ളിൽ മാത്രം ടാർപോളിൻ ഷീറ്റ് കുത്തിപ്പൊക്കി വെച്ച ശേഷം അതിന് താഴെ, അതിന് കീഴെ അന്തി ഉറങ്ങുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. വലിയ ബുദ്ധിമുട്ട് എന്ന് ഞാൻ ചോദിക്കുന്നതിന് തന്നെ അർത്ഥമില്ല എന്നറിയാം. നമ്മൾ ഇത് പണ്ട് തൊട്ട് ഇങ്ങനെ ഇതേ വേസ്റ്റമാണ്. ഇപ്പോൾ ഈ താർപ്പ പിടിച്ച് കെട്ടി ഇങ്ങനെയൊക്കെ നേരത്തെ പണ്ടൊക്കെ കാഞ്ഞു കൂടിയത് ഈ താർപ്പ ഷീറ്റ് ഉള്ളത്. ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയാ? മഴ നല്ല വീട് ഈ സീറ്റ് താർപ്പ സീറ്റുള്ളത് നല്ല മഴ നനയുന്നുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് വലിയ പേടിയായിരിക്കുമല്ലോ. പേടിയുണ്ട്. ഇതിലെ കൂടെ ആന പോയതും, ഇത് ഞങ്ങളുടെ സെറ്റ് ഇതിലെ കൂടെ തന്നെ ആന പോയതും. കൊച്ചുങ്ങളുമായിട്ടൊക്കെ രാത്രി കിടക്കുന്നത് വലിയ പേടിയായിരിക്കും അല്ലേ? ഈ മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് പറന്നു പോകുമല്ലോ. പറന്നു പോകും, ഭയങ്കര പേടിയായിരിക്കും. സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ എത്തുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ, അവരിവിടെ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അവരെന്താ പറയുന്നത്? നമ്മള് അവിടെ ഇങ്ങനെ നിൽക്കല്, വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാൻ നിൽക്കില്ല, ഇങ്ങനെയൊക്കെ അവര് സംസാരിക്കും. നമ്മളങ്ങനെ പോകത്തില്ല വോട്ട് ചെയ്യാൻ. കാർത്തിക പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒന്നും പഠിക്കാൻ കഴിയില്ല. ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ രാത്രി സമയങ്ങളിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. രാത്രി എന്താ ചെയ്യുന്നത്? അന്നേരം രാത്രി എന്ത് ചെയ്യും? ഈ കറണ്ടൊന്നും ഇല്ലല്ലോ. ഞാൻ പഠിക്കത്തില്ല, കറണ്ടില്ല സമയത്ത് പഠിക്കത്തില്ല. എത്രല്ല പഠിക്കുന്നേ? 5ലും. ഇന്ന് പോയില്ലല്ലേ? ഇവരൊക്കെ ഒന്നും പോകുന്നില്ലല്ലേ സ്കൂളില്? ഇല്ല. പേരെന്തോ?
സനീഷ്. എന്തോ ഒരു സ്കൂളിൽ പോവാ ഞാൻ. എവിടെ പഠിക്കുന്നു? ഓ കടിമിതറ. എത്രല്ല? 5 5 സ്കൂളിൽ പോയില്ലല്ലേ? ഇന്നലെയും പോയില്ല. ഇല്ല. കറണ്ടൊന്നും ഇല്ലാതെ ഈ കുട്ടികൾ, നമ്മുടെ കൊച്ചുങ്ങൾ എങ്ങനെ പഠിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ വിടുന്നില്ല പഠിക്കാൻ. ആട്ടംതോട്ടില് ചിരുമത്തിലാ പിള്ളേർ പഠിച്ചോണ്ടിരിക്കുന്നത്. നിലക്കയിലാ പിള്ളേർ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ അവിടെ കുഞ്ഞുങ്ങളെ വിടുന്നില്ല. കറണ്ടില്ലാതെ വീട്ടിൽ വന്ന് പഠിക്കാൻ പറ്റത്തില്ല. കറണ്ട് ഉണ്ടല്ലേ വീട്ടിൽ വന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് സ്കൂളൊക്കെ വെച്ച് അവിടെ തരുക. അന്ന് ഞാൻ വീട്ടിൽ ഇപ്പൊ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. ദൂരെ നാട്ടിൽ കുഞ്ഞുങ്ങളെ വിടത്തില്ല. ഇവരെ സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പഠിക്കാൻ ഏറ്റവും മൗലികാവകാശമായ പഠനം നിഷേധിക്കപ്പെടുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് പഠിക്കണമെങ്കിൽ, സ്വസ്ഥമായി പഠിക്കണമെങ്കിൽ വീട്ടിൽ കറണ്ട് വേണം, സൗകര്യം വേണം, അടച്ചുറപ്പുള്ള വീട് വേണം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണയും വന്നു, ഇത്തവണയും വരുന്നു എന്നതല്ലാതെ ഇവരുടെ ജീവിതത്തിന് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അടച്ചുറപ്പില്ലാത്ത വീട്, വന്യമൃഗശല്യം, ജലക്ഷാമം, പല വീടുകളിലും വൈദ്യുതിയില്ല. ലാഹയിലെ മനുഷ്യർ നേരിടുന്ന വെല്ലുവിളികൾക്ക് സമാനതകളില്ല. തെരഞ്ഞെടുപ്പുകളും ജനപ്രതിനിധികളും മാറി മാറി വരുന്നുണ്ടെങ്കിലും ഈ ജീവിതങ്ങൾക്കൊന്നും കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല. ലാഹയിൽ നിന്നും അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.